അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്തൊക്കെയുണ്ട് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വന്നത് ഫിഖിലെ 5ാം ക്ലാസ് EK മദ്രസ ഫിഖിലെ 3ാമത്തെ പാഠമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ മിയാഹു, നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ പെട്ടതാണല്ലോ അശുദ്ധികളിൽ നിന്നും നജസുകളിൽ നിന്നും ശുദ്ധിയായിരിക്കൽ. ശുദ്ധിയാക്കാൻ വെള്ളം വേണം. വെള്ളം മൂന്ന് വിധമാണ്. തൊഹൂറ്, തോഹിറ്, നജിസ്. അപ്പോൾ വെള്ളം എത്ര വിധം എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ വെള്ളം 3 വിധമാണ്. 1 തൊഹൂറ്, 2 തോഹിറ്, 3 നജിസ്. ഇനി തൊഹൂറ് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ്. തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ള വെള്ളമാണ്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ്. ഇത് മുത്തലക്കായ വെള്ളം എന്നും ഇതിന് പറയും. ഈ വെള്ളത്തിന് തൊഹൂറിൻ്റെ വേറൊരു പേര് മുത്തലക്കായ വെള്ളം എന്നും ഇതിന് പറയും. കിണർ, കുളം, പുഴ, കടൽ മുതലായവയിലെ വെള്ളം തൊഹൂറാണ്. അടുത്തത് തോഹിറ് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും. തോഹിറ് പറഞ്ഞാൽ എന്താണ്? സ്വയം ശുദ്ധി ഉണ്ട്, വേറൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും. ഉദാഹരണം എന്താണ്? കഞ്ഞിവെള്ളം, ഇളനീർ വെള്ളം, പനിനീർ മുതലായവ തോഹിറാണ്. 3ാമത്തെ നജസ് പറഞ്ഞാൽ സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും. നജസ് സ്വയം ശുദ്ധിയില്ല, വേറൊന്നിനെ നമുക്ക് ശുദ്ധിയാക്കാനുള്ള പറ്റൂല്ല. നജസിൻ്റെ ഉദാഹരണം എന്താണ്? മൂത്രം ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് മുസ്തമല് എന്നും നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുതനജിസ് എന്നും പറയും. അപ്പോൾ നജസ് സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും. അതിൻ്റെ ഉദാഹരണം മൂത്രം. ഫർളായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് മുസ്തമല് എന്നും നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുതനജിസ് എന്നും പറയും. അവ രണ്ടും ഒരുമിച്ച് കൂടിയാൽ 2 കുല്ലത്തായാൽ പകർച്ചയില്ലെങ്കിൽ തൊഹൂറാണ്. ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം, ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിൽ മുസ്തമല് എന്നാണ് പേര്. അപ്പോൾ മുസ്തമലായ വെള്ളം എന്ന് പറഞ്ഞാൽ ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിനാണ് മുസ്തമല് എന്ന് പറയുന്നത് എന്നും. നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന്, കുറച്ച് നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുതനജിസ് എന്നും പറയും. അപ്പം മുതനജിസ് പറഞ്ഞാൽ നജസ് ചേർന്ന കുറഞ്ഞ വെള്ളം. അവ രണ്ടും കൂടി ഒരുമിച്ച് കൂടി 2 കുല്ലത്തായാൽ പകർച്ചയില്ലെങ്കിൽ തൊഹൂറാണ്. അവ രണ്ടും കൂടി 2 കുല്ലത്തുണ്ട്, പക്ഷേ പകർച്ച പറഞ്ഞാൽ നജസിൻ്റെ പകർച്ചയായിട്ടൊന്നും കാണുന്നില്ലെങ്കിൽ തൊഹൂറാണ്. 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ തന്നെ മുതനജിസാകും. 2 കുല്ലത്തിൽ താഴെയാണെങ്കിൽ അതിക്ക് നജസ് കുറച്ച് ചേർന്നാലും നജസാകും. നജസ് ചേർന്നാൽ തന്നെ മുതനജിസാകും. 2 കുല്ലത്ത് ഉണ്ടെങ്കിൽ പകർച്ച ആയാൽ മാത്രമേ മുതനജിസാവുകയുള്ളൂ. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യനും ആൻസറും വായിക്കാം. 1ാമത്തെ ക്വസ്റ്റ്യന്, വെള്ളം എത്ര വിധം ഏതെല്ലാം? ആൻസർ: വെള്ളം 3 വിധം. 1 തൊഹൂറ്, 2 തോഹിറ്, 3 നജസ്. 2ാമത്തെ ക്വസ്റ്റ്യന്, തൊഹൂറ് എന്നാൽ എന്ത്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളം. അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യന്, തൊഹൂറിന് പറയപ്പെടുന്ന മറ്റൊരു പേര്? മുത്തല്ലക്കായ വെള്ളം. അടുത്ത ക്വസ്റ്റ്യന്, തോഹിറായ വെള്ളത്തിന് ഉദാഹരണം? കിണർ, കുളം, പുഴ, കടൽ മുതലായവയിലെ വെള്ളം. അടുത്ത ക്വസ്റ്റ്യന്, തോഹിർ എന്നാൽ എന്ത്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമായ വെള്ളം. തോഹിറായ വെള്ളത്തിന് ഉദാഹരണം? കഞ്ഞിവെള്ളം, ഇളനീർ വെള്ളം, പനിനീർ. അടുത്ത ക്വസ്റ്റ്യന്, നജസ് എന്നാൽ എന്ത്? സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമായ വെള്ളം.
അടുത്ത ക്വസ്റ്റ്യന് നജസായ വെള്ളത്തിന് ഉദാഹരണം. ആൻസർ മൂത്രം. അടുത്ത ക്വസ്റ്റ്യന് മുസ്തഅമൽ എന്നാൽ എന്ത്? ആൻസർ ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം. അടുത്ത ക്വസ്റ്റ്യന് മുതനജ്ജിസ് എന്നാൽ എന്ത്? ആൻസർ നജസ് ചേർന്ന കുറഞ്ഞ വെള്ളം. അടുത്ത ക്വസ്റ്റ്യന് നജസ് ചേർന്നാൽ മുതനജ്ജിസാവും ഏത് വെള്ളം? ആൻസർ 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം. അടുത്ത ക്വസ്റ്റ്യന് പകർച്ച ആയാൽ മാത്രമേ മുതനജ്ജിസാവുകയുള്ളൂ എപ്പോൾ? ആൻസർ 2 കുല്ലത്ത് വെള്ളത്തിൽ നജസ് ചേർന്നാൽ. അടുത്ത ക്വസ്റ്റ്യന് മുസ്തഅമലായ വെള്ളം മുതനജ്ജിസായ വെള്ളം ഒരുമിച്ച് കൂടി 2 കുല്ലത്തായാൽ ഡാഷ്. ആൻസർ പകർച്ചയില്ലെങ്കിൽ തൊഹൂറാണ്. ഒരു കുല്ലത്ത് പറഞ്ഞാൽ 100 ലിറ്റർ, 2 കുല്ലത്ത് പറഞ്ഞാൽ 200 ലിറ്റർ.